ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ശാലിനി വിഷ്ണു എന്താ പറയുക, അവരുടെ പ്രണയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു. അങ്ങനെ അവർ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ ചന്ദ്രബോസ് ആണെങ്കിൽ സത്യഭാമയുടെ വീട്ടിൽ വന്നിട്ട് വിഷ്ണുവിനെ തിരക്കുന്നു. എന്നിട്ട് അതിൻ്റെ അകത്ത് കയറി, വീട്ടിൻ്റെ അകത്ത് കയറി എല്ലാം വലിച്ചു വാരിയിടുന്നു. എന്നിട്ട് പറയുന്നു, അവന് ഞാൻ എന്തായാലും കണ്ടുപിടിക്കും, അവൻ ആ 30 പവൻ്റെ സ്വർണ്ണം അവൻ എടുത്തിട്ടുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ സത്യഭാമ പറയും അവൻ ഒരിക്കലും അത് ചെയ്യില്ല എന്നുള്ള രീതിയിലൊക്കെ പറയും. അപ്പോൾ ചന്ദ്രബോസ് ഒന്നും കേൾക്കത്തില്ല. അപ്പോൾ അവിടുന്ന് അങ്ങനെ രാഘവൻ നായരെ തള്ളിയിടുകയും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചന്ദ്രബോസ് ചെയ്യുകയാണ്. അങ്ങനെ അവരോട് നന്നായി ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ചന്ദ്രബോസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ പപ്പിയും സത്യമാണെങ്കിൽ ഇങ്ങനെ ടെൻറ്റിൻ്റെ അകത്ത് കിടക്കുകയാണ്. ആ സമയത്താണ് ആകാശ നക്ഷത്രം കാണുന്നത്. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ പപ്പി പറയുന്നുണ്ട്, നമുക്ക് വിഷ്ണുവച്ചനോടും ശാലിനിയോടും പറയുന്നത്. അപ്പോൾ സത്യം സമ്മതിക്കുന്നില്ല. പറയും നമുക്ക് എന്തായാലും പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ ഇരുട്ടത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ്. ഇതൊന്നും അറിയാതെ നമ്മുടെ വിഷ്ണു ശാലിനി സന്തോഷത്തോടെ അവിടെ ഇങ്ങനെ പുറത്ത് കിടക്കുകയാണ്. അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ കിടക്കുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ നാളത്തെ എപ്പിസോഡിലാണ് നമ്മുടെ ചന്ദ്രബോസ് നേരെ ശാരദയുടെ വീട്ടിൽ ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അവരുടെ വീടിൻ്റെ അകത്ത് കയറി അവരെ ഭീഷണിപ്പെടുത്തുന്നു, എവിടെയാണെന്നൊക്കെ അന്വേഷിക്കുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് മിക്കവാറും നൂറിനെ അവിടെ കാണാൻ സാധ്യതയുണ്ടാകും. കാരണം അതിലും കയറി നമ്മുടെ ചന്ദ്രബോസ് പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം നൂറിൻ്റെ വീട്ടിലാണെങ്കിൽ നൂറിനെ എങ്ങനെയും കണ്ടുപിടിക്കണമെന്ന ആവശ്യമായി നസീറും കുടുംബവും ഒരുങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് നസീറിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെ ചന്ദ്രബോസ് അവിടെ പോയി എല്ലാം തിരയുകയാണ്. അപ്പോൾ നമ്മുടെ ശാരദ പറയും അവരിവിടെ ഇല്ല, ഇങ്ങനെ ടൂർ പ്രോഗ്രാമിന് പോയിരിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ പറയും ഇങ്ങനെ 30 പവൻ്റെ സ്വർണ്ണം കൊണ്ടാണ് അവൻ പോയിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അപ്പോൾ വീണ്ടും പ്രശ്നങ്ങളാണല്ലോ വരുന്നതിന് ശാരദ ഓർത്ത് വിഷമിക്കുകയാണ്. പിന്നീട് നമ്മുടെ ശാലിനിയും വിഷ്ണുവും ഇങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ടെൻറ്റിൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ സത്യേനെയും പപ്പിയെ ഇവിടെ കാണത്തില്ല. അപ്പോൾ പെട്ടെന്ന് ശാലിനി അലറി കരയിതേ മക്കളെ ഇവിടെ കാണുന്നില്ല എന്ന് പറയും. അങ്ങനെ വിഷ്ണുവും ശാലിനിയും ഭയങ്കര വിഷമത്തോടെ അലറി വിളിക്കുകയാണ്. അങ്ങനെ അവരിങ്ങനെ തപ്പുകയാണ് ഓരോ സ്ഥലങ്ങളിലും. കണ്ടെത്താൻ കഴിയുന്നില്ല. അവരെവിടെ പോയി, എങ്ങോട്ട് പോയി എന്നൊന്നും അറിയില്ല. ഇരുട്ടാണ്, കുഞ്ഞുങ്ങളെവിടെ പോയി എന്ന് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ ഉറക്കെ വിളിക്കുകയാണ്. പക്ഷേ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അവരെങ്ങോട്ട് പോയി എന്നൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഓരോരുത്തരോടൊക്കെ ചോദിക്കുന്നു ഇങ്ങനെ കുഞ്ഞുങ്ങളെ കണ്ടു, പക്ഷെ ആരും കണ്ടെത്താൻ പറ്റുന്നില്ല. ഇതേ സമയത്താണെങ്കിൽ വീട്ടിലാണെങ്കിലും ഓരോ പ്രശ്നങ്ങൾ നടക്കുന്നു. ഇതൊന്നും അറിയാതെ ഇവർ കുഞ്ഞുങ്ങളെ തപ്പി നടക്കുകയാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.